വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ ട്രെൻഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിക്കോളൂ. ഇവിടെ സ്ലോപ്പ് ആണ് 1/2. നേരെ നോക്കിയിരുന്നോളൂ കേട്ടോ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സ്ലോപ്പിന്റെ മീനിങ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് നോക്കിക്കോ, മുകളിൽ ചെയ്യുന്നത് വൈയുടെ ചേഞ്ചാ. വൈയുടെ ചേഞ്ചാണ് മുകളിൽ ചെയ്യുന്നത് അല്ലെ? വൈ മൈനസ് ഇ അല്ലേ മുകളിൽ ചെയ്യുന്നത്. എന്താ താഴെ ചെയ്യുന്നത്? എക്സിന്റെ ചേഞ്ച് ആണ് താഴെ കാണുന്നത്. ഒന്ന് എഴുതി വെക്കണ്ട കേട്ടോ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സോ ഇതാണ് എക്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് വൈ. ഇത് ക്ലിയർ ആണോ? ഇനി അനദർ പോയിന്റ് കിട്ടാനുള്ള സിമ്പിൾ ട്രിക്ക് എന്താണെന്നറിയോ? അനദർ പോയിന്റ് കിട്ടാനുള്ള സിമ്പിൾ ട്രിക്ക് ഇതാണ്. ഞാനിപ്പോ ഇവിടെ എക്സ് എഴുതി എഴുതിയത് മനസ്സിലായില്ലേ? അല്ല, ഈ പോയിന്റ് എഴുതി. എക്സിന്റെ കൂടെ എക്സിലെ ചേഞ്ച് ആഡ് ചെയ്യുക. ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോ. എക്സിന്റെ കൂടെ എക്സിലെ ചേഞ്ച് ആഡ് ചെയ്യുക. വൈയുടെ കൂടെ വൈയുടെ ചേഞ്ച് ആഡ് ചെയ്യുക. സിമ്പിൾ ട്രിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതിലെ അനേതർ പോയിന്റ് കിട്ടാനുള്ള സിമ്പിൾ ട്രിക്ക് ഇതാണ്. എക്സിന്റെ കൂടെ എക്സിലെ ചേഞ്ച് ആഡ് ചെയ്യുക, വൈയുടെ കൂടെ വൈയുടെ ചേഞ്ച് ആഡ് ചെയ്യുക. മക്കളെ, എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ എക്സിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? എക്സിലെ ചേഞ്ച് ആയ 2 ആഡ് ചെയ്യണം. വൈ എന്ന് പറഞ്ഞ 1 ആണ്. 1ന്റെ കൂടെ വൈയുടെ ചേഞ്ചും ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇക്വേഷൻ എന്താണ് നമ്മളത് പറഞ്ഞ? അനേതർ പോയിന്റ് കിട്ടാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ തന്ന കോർഡിനേറ്റ്സ് ഇല്ലേ? നമുക്കിപ്പോ ഒരു കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. ഇവിടെ എന്താ ആഡ് ചെയ്യണം? ഇവിടെ എന്താ ആഡ് ചെയ്യണം? എക്സിന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? എക്സിലെ ചേഞ്ച് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? വൈയുടെ കൂടെ എന്താ ആഡ് ചെയ്യണം? വൈയുടെ കൂടെ എന്താ ആഡ് ചെയ്യണം? വൈയുടെ ചേഞ്ച് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ?